There goes my heart beating, 'cause you are the reason I'm losing my sleep. Please come back now. And there goes my mind racing, and you are the reason that I'm still breathing. I'm hopeless now. I'd climb every mountain and swim every ocean just to be with you and fix what I've broken. Oh, 'cause I need you to see that you are the reason. There goes my hand shaking, and you are the reason. My heart keeps bleeding, and I need you now. And if I could turn back the clock, I'd make sure the light defeated the dark. I'd spend every hour of every day keeping you safe, and I'd climb every mountain and swim every ocean just to be with you and fix what I've broken. Oh, 'cause I need you to see that you are the reason. I don't wanna fight no more. I don't wanna hurt no more. I don't wanna cry no more. Come back, I need you. You are the reason. Closer, just a little closer. Come a little closer. I need you to hold me tonight. I'd climb every mountain and swim every ocean just to be with you and fix what I've broken. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം.
അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്തിൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പറയുന്നത്. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനു വേണ്ടി അവനെ പോലുള്ള ഒരു സഖിയെ ഞാൻ സൃഷ്ടിക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, അങ്ങ് വിവാഹിതരാകാൻ പോകുന്ന ജിക്കുവിനെയും സോണിയെയും അനുഗ്രഹിക്കണമേ. ഇവർ ഇന്ന് ആരംഭിക്കുന്ന വിവാഹ ജീവിതത്തിൽ മരണം വരെ പരസ്പരം സ്നേഹിച്ച് താങ്ങും തണലുമായി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. കാലായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത ദമ്പതികളെ ആശീർവദിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അമ്മ പരിശുദ്ധ കന്യാമറിയമേ, മാർ യോസേപ്പേ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെ നാഥനേക്കും. എനിക്കായി ജീവനേകിയ സ്നേഹമേ, സ്നേഹമേ നിനക്കായി ജീവിതം നൽകാം. സ്നേഹമേ യേശുവേ, ദൈവപിതാവിൻ സ്നേഹമേ, മാനവനായി മണ്ണിലിറങ്ങി മന്നയേകിയ സ്നേഹം, വിൺമന്നയേകിയ സ്നേഹം, ഏകജാതനെ നൽകിയ സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, എന്നുമെന്നും കൂടെ നിൽക്കാൻ കുർബാനയായൊരു സ്നേഹം, ഏകജാതനെ നൽകിയ സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, എന്നുമെന്നും കൂടെ നിൽക്കാൻ കുർബാനയായൊരു സ്നേഹം. കാലിത്തൊഴുത്തിൻ കുറവിൽ നിറവായി പിറന്ന പുണ്യമേ, കാനായിലെ ശൂന്യതയിൽ സമൃദ്ധിയേകിയ സ്നേഹമേ, പെസഹ നാളിൻ ഓർമ്മകളിൽ കുർബാനയായൊരു സ്നേഹം, പെസഹ നാളിൻ ഓർമ്മകളിൽ കുർബാനയായൊരു സ്നേഹം. സ്നേഹമേ നിനക്കായി ജീവിതം നൽകാം. കാൽവരിക്കുന്നിൻ കുരിശിൽ
ബലിയായി പകർന്ന സ്നേഹമേ, സഹിയോനിലെ കൂട്ടായ്മയിൽ സ്നേഹാഗ്നിയേകിയ ദൈവമേ, വാഗ്ദാനം ചെയ്തതുപോൽ സഭയിൽ നേകിടും സ്നേഹം, വാഗ്ദാനം ചെയ്തതുപോൽ സഭയിൽ നേകിടും സ്നേഹം. സ്നേഹമേ നിനക്കായി ജീവിതം നൽകാം, സ്നേഹമേ യേശുവേ ദൈവപിതാവിൻ സ്നേഹമേ, മാനവനായി മണ്ണിലിറങ്ങി മന്നയേകിയ സ്നേഹം, വിൺമന്നയേകിയ സ്നേഹം, ഏകജാതനെ നൽകിയ സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, എന്നുമെന്നും കൂടെ നിൽക്കാൻ കുർബാനയായൊരു സ്നേഹം, ഏകജാതനെ. ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് ചിക്കുവും സോണിയായും. ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പം മാറുന്ന നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് ദൈവം ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഇവരിൽ പ്രത്യേകമായിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പിതാവിനായിരുന്ന ചിക്കുവിനെയും സോണിയായും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
സമാധാനം നമ്മോടുകൂടെ. സത്യമായ ശരീരങ്ങളെ വേർപ്പിക്കുന്നവരും ആത്മാക്കളെയും കടപ്പെട്ടവരാകുന്നു. സുഖത്തിന്റെയും Hallelujah.
ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്? എന്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. ഈശോയുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. വരണ്ടികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുമെന്ന് ഈശോ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും നേരത്തെ വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയായിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു. ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സോണിയ, ഇവര് വിവാഹമെന്ന ഉദാസ വഴിയായി ഒരു കുടുംബമായി മാറാൻ പോകുന്ന ഏറ്റവും സന്തോഷം നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ ഒരു വിശുദ്ധ ബലിയുടെ ഇടയിലാണ് ഞാൻ നിങ്ങളൊക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഇന്നേ ദിവസത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ നന്മകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അച്ഛന്മാരുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും നിങ്ങൾക്ക് നേരിടുകയാണ്. സന്തോഷം. മക്കളെ, ഇന്ന് ദൈവം നിങ്ങളെ വിളിച്ച് ചേർന്നതാണ്. വിവാഹം എന്ന ഉദാശ ദൈവം നിങ്ങളെ വിളിച്ച് ചേർന്നതാണ്. ആദ്യത്തെ പ്രാർത്ഥനയിൽ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധരായ ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചു. അതുകൊണ്ട് സ്നേഹമുള്ള മക്കളെ, ഇന്ന് ദൈവം നിങ്ങളെ ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാനായി ഒന്നിച്ച് ചേർത്തിരിക്കുന്നു. അതിന് ദൈവത്തിന് ഉത്തരം കൊടുക്കുവാനായി നിങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം ദൈവത്തിന് നന്ദി പറയുവാനായി കാണുന്നത്. മനുഷ്യൻ ധരിച്ചായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട ദൈവം അവന് ചേർന്ന തുണയെ കൊടുത്തു എന്നാണ് പരിശുദ്ധ വായിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവം ഇവരെ വിളിച്ച് വിവാഹം എന്ന ഉദാശ വഴിയായിട്ട് ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാനായിട്ട് ഇത് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിത അവസാനം വരെ നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കേണ്ടത് ആ ഒരു ഹൃദയ ഐക്യമാണ്. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് രൂപം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ഇതൊരു വിളിയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ഉദാശയും ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു വിളിയിലേക്കാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇന്നൊരു സെൽഫിയുടെ കാലഘട്ടമാണ് എല്ലാവരും. കാരണം ഫോട്ടോയ്ക്കകത്ത് മാത്രം ഒതുങ്ങുന്ന സ്നേഹബന്ധങ്ങൾ, അതിന്റെ അപ്പുറയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല കുടുംബങ്ങളുടെയും അവസ്ഥ പരസ്പരം സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നിറയെ നാളുകളായ പല കുടുംബങ്ങളുമാണ് ഇന്ന് കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ അധികമായി കാണുന്നത്. അതുകൊണ്ട് അതിനെല്ലാം ഒരു വ്യത്യാസമായിട്ട് ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ഈ ജീവിതം ഒരു കുടുംബം തിരുക്കുടുംബമായി മാറാനുള്ള ഒരു വെല്ലുവിളിയാണ്. ഒരു കുടുംബം തിരുക്കുടുംബമായി മാറണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഒരു പ്രതിജ്ഞ എല്ലാ ദിവസവും ഓർത്താൽ മാത്രം മതി. അതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ കുടുംബവും തിരുക്കുടുംബമായി മാറാനായിട്ട് സാധിക്കും. നിർവാഹനയിലൂടെ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹത്തോടും വിശ്വസ്തയോടും ഏക മനസ്സോടും കൂടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ കുടുംബം തിരുക്കുടുംബമായി മാറണമെങ്കിൽ പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കണം, അവിടെ വിശ്വസ്ത ഉണ്ടായിരിക്കണം, ഏക മനസ്സോടുകൂടി. അതായത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിന്നോട് കൂടെ ഞാനുണ്ടെന്ന് സോണിയയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ചിക്കുവിന് പറയാൻ സാധിക്കണം. അതേപോലെ തന്നെ ചിക്കുവിന്റെ കരവും പിടിച്ചുകൊണ്ട് സോണിയായി പറയാനും സാധിച്ചാൽ മക്കളെ നിങ്ങളുടെ കുടുംബം തിരുക്കുടുംബമായി മാറുകയാണ്. ഇന്നത്തെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ പലപ്പോഴും വായിച്ച് ധ്യാനിച്ച ഒരു ഭാഗമാണ്. പ്രാർത്ഥിക്കുന്ന എന്നും പരസ്പരം കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുക. പലപ്പോഴും പല വീടുകളിലും കുടുംബ ജപമാലയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കടമ തീർക്കുന്നത് പോലെ രണ്ടോ അല്ലെങ്കിൽ സീരിയലിന്റെ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്തൊക്കെ ചൊല്ലി തീർക്കുന്നല്ല. അതിനുമപ്പുറമായിട്ട് ദൈവം ഒന്നിച്ചു ചേർത്തതാണ് ഞങ്ങളെ ജീവിത അവസാനം വരെ ഈ വെളിയിൽ എന്നും വിശ്വസ്തയോടുകൂടി ഒരു കുറവ് വരുത്താതെ എന്നും നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് നടക്കാനായിട്ട് മക്കളെ ഒരു തീരുമാനമെടുക്കണം. ഇന്ന് തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് മണിക്കൂറിൽ ഒരു സമാധാനം. രണ്ടാമതായി ഇന്ന് നിങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന രണ്ട് വാഹനങ്ങളിലായിട്ട് നിങ്ങൾ കടന്നു വന്നു. ഇവിടെ നിന്ന് വിവാഹം എന്ന ഉദാശയിലൂടെ ഒരു കുടുംബമായി ഒരു വാഹനത്തിൽ നിങ്ങൾ തിരിച്ചു പോവുകയാണ്. അതായത് രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന നിങ്ങളെ ഇന്ന് ദൈവം ഒന്ന് ചേർത്ത് ഒന്നാക്കി വിടുകയാണ്. ഈ സ്നേഹമുള്ള മക്കളെ, എന്നും വിശുദ്ധ ബലിക്കായി നിങ്ങൾ കടന്നു വരുമ്പോൾ ഈ ഒരുമിച്ച് കടന്നു വരുവാനായിട്ട് ഏത് പരിസ്ഥിതി ഘട്ടങ്ങളിലും ഈ ഒരുമിച്ച് ഈ വിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ ധൈര്യപൂർവ്വം സന്തോഷത്തോടുകൂടി കടന്നു വരുവാനായിട്ടുള്ള ഒരു മനോഭാവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ആ കുടുംബങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ആ കുടുംബത്തെ കണ്ടുകൊണ്ട് തിരുക്കുടുംബം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അവസാനമായി പുരോഹിതൻ ആശീർവദിക്കുമ്പോൾ ദൈവം തരുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തുവാനായിട്ടുള്ള ഒരു വിളിയും കൂടി ഒരു ദൗത്യവും കൂടി ഓരോ കുടുംബ ജീവിതത്തിൽ നിന്ന് ഓരോ മക്കൾക്കും കൊടുക്കുകയാണ്. കാരണം ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് ദൈവം തരുന്ന സമ്മാനത്തെ ദാനത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി വളർത്തുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് മുതൽ ഒരുങ്ങുകയും ജീവിക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, അവസാനം ചുരുക്കുകയാണ്. ഓരോ കുടുംബവും ഒരു വിളിയാണ്. ദൈവം തന്ന വിളിയിൽ നന്ദിയോടുകൂടി വിശ്വസ്തയോടുകൂടി ആയിരിക്കുക. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിന് രൂപം നൽകുക. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശുദ്ധ ബലിയോട് ചേർത്ത് കുറിച്ചുകൊണ്ടുള്ള ഒരു കുടുംബ ജീവിതമായിരിക്കട്ടെ. ദൈവത്തിന് മക്കളെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുവാനുള്ള ഒരു നല്ലൊരു ഹൃദയം ഉണ്ടാകും. എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങളെ സമൃദ്ധമായിരിക്കട്ടെ. ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ അവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഈ വധൂവരന്മാർ വിഭവം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സംഖ്യ നൽകി ദൈവമേ, അങ്ങയുടെ അനന്തപരി
കരസ്ഥനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സംബോധത്തോടും കൂടെ അന്നമ്മയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അന്നമ്മ വിശുകാരുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സംബോധത്തോടും കൂടെ കുര്യനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പഠിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസിക്കുക നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ പൊതുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതരമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വരത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മണ്ണിൽ
സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ഭൗതികവും സുസ്ഥിരവുമായ അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാകുകയും ചെയ്യട്ടെ. ഹൃദയമ
പരിശുദ്ധാത്മാവിന്റെ കൃപാകരത്താൽ സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുവിടത്തിനായ മധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കുരിശ്
Sonia is a wonderful blend of simplicity, grace, and inner strength. Her calm smile
nothing but a memory. So now I long for yesterday. I never thought I'd miss the rain. We can hold on to forever. We're alone, but we're together through the night. Through the night, I'm by your side. So hold on to me forever. We're alone, but we're together through the night. Through the night, I'm by your side. Just close your eyes. Just close your eyes. Close your eyes. I'm by your side. We tell ourselves it's not too late. 10,000 days, a million miles away. So every night I lie awake and think of all the things I'd say. In every dream I see your face. We can hold on to forever. We're alone, but we're together through the night. Through the night, I'm by your side. So hold on to me forever. We're alone, but we're together through the night. Through the night, I'm by your side. Just close your eyes. Just close your eyes. Close your eyes. Close your eyes. I'm by your side. We can hold on to forever. We're alone, but we're together through the night. Through the night, I'm by your side. So hold on to me forever. We're alone, but we're together through the night. Through the night, I'm by your side. Just close your eyes. നീലനിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ നീലനിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ
എന്നെ തേടിയില്ലേ നീ നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയേ എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ ഞാനെവിടെ മറന്നോ നിറമായി നിഴലായി നീയില്ലേ എന്നാളും നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ यार दिलदार तू है तो है ये बहार बेजार बेकरार खत्म सारे इंतजार ये जमाना था बेगाना आशिया तू मिला मैं दीवाना था आवारा काफिला तू मिला चांद तारे सारा आसमान तू मिला मिला हो ये जहां ख्वाब सारे सब कहानियां होया इन रास्तों पे मैं तेरा आना यूं मिल जाना जैसे सारी हो मंजिलें मांगू तुझको ही रब से दुआओं में तुम्ही से ये शामों सहर हो तुम्ही से मेरा हर पहर हो तुम्ही इब्तिदा इंतहा हो तू हम सफर तू हम नशी तुमसे मुकम्मल जिंदगी दोनों जहानों की खुशी तुमसे मुकम्मल आशिकी संदद सखिए नी കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ മുഖിലോ അകമലരിലും നീയേ ജനിമൃതിയിലും നീയേ അതിമധുര ചുംബന നേരം അറിയുമനുപമരാഗം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കമിനിയേ കൺമണിയേ നീലാഞ്ജന കണ്ണഴകേ
ഹൃദയവും ശലഭമായി പ്രണയമാനസവനിലലിയും നേരമായി ലോലമായി ചിറകിലാശകളാൽ ഇത് മധുര തരള വികാരം മനസ്സറിയും അനിതര ഭാവം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണ കമിനിയേ കൺമണിയേ നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണ കമിനിയേ കൺമണിയേ സന്തത സഖിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ മുകിലോ മിന്നലിൽ കൊതിയമ്പിളിയെ പ്രിയ സുന്ദരിയെ പറയാതൊരു നാൾ വരിയെ ഇരവായുടനെ എരിയെന്നരികെ പറയാൻ മടിയാണിടിയേ കടന്നൽ മിഴിത്തുമ്പ് കൊള്ളുന്നടേ കടൽ കണ്ണ് നുള്ളുന്നടേ പതിയെ പെണ്ണ് പൊതിയെ ചെറുപനി പോൽ പതിയെ പകരനുള്ളിൽ ചൂടന്ന് അടിയെ നീയെ പുഞ്ചിരിച്ചാരെ വന്നിരി രാവേലിത്തിരി നെഞ്ചിലെ എൻ ശ്വാസത്തരി എൻ ചാരത്തിനി നീയും വന്നിരി അടിയെ നീയെ പുഞ്ചിരിച്ചാരെ വന്നിരി രാവേലിത്തിരി നെഞ്ചിലെ എൻ ശ്വാസത്തരി എൻ ചാരത്തിനി നീയും വന്നിരി Thank you for having me. I had fun. തരി തരിയായേ ചൊടി ചൊടിയാലേ ചെറുകൊതിയാരോ പറയണേ പകരണേ ചെവികളിലാകെ അതിലൊരുകണേ പെരുകണേ അനവധിയായേ ഒരു വേനലിൽ നീ മഴമാലാഖയായി ചൊരിയേ നിറമായത് മേലാകയായി കര തേടി ഞാൻ കടവായി നീ അരവലയായി എറിയാതറിയാതുള്ളിൽ കണ്ണടിയേ അടിയെ നീയെ പുഞ്ചിരിച്ചാരെ വന്നിരി രാവേലിത്തിരി നെഞ്ചിലെ എൻ ശ്വാസത്തരി എൻ ചാരത്തിനി നീയും വന്നിരി അടിയെ നീയെ പുഞ്ചിരിച്ചാരെ വന്നിരി രാവേലിത്തിരി നെഞ്ചിലെ എൻ ശ്വാസത്തരി എൻ ചാരത്തിനി നീയും വന്നിരി Our souls are intertwined. You're the reason that I breathe. Girl, you're my lifeline. Tomorrow, baby, if I die, I'll come and find you in the next lifetime. Girl, baby, I can't be without you. Girl, you know I can't. You make me insane. അടിയെ നീയെ പുഞ്ചിരിച്ചാരെ വന്നിരി നെഞ്ചിലെ എൻ ശ്വാസത്തരി എൻ ചാരത്തിരി അടിയെ നീയെ പുഞ്ചിരിച്ച
ചാരേ വന്നിരേ നെഞ്ചിലെ ശ്വാസത്തടി